എന്നാ പിന്നെ പെണ്ണിന്റെ അച്ഛന്റെ സ്ഥാനത്തുള്ള ആളെ വിളിച്ചോളൂ. രാത്രിയല്ലേ ഇവിടെ ഉണ്ടായിരുന്നാ? ഇപ്പൊ കാണുന്നില്ല. കുടിച്ച് ലെക്ക് കേട്ട് ഇവിടെ എവിടെയെങ്കിലും കിടപ്പുണ്ടായിരിക്കും. അമ്മേ, സമയമായി. അച്ഛനെവിടെ? നിക്കടാ, ഇപ്പൊ വരും. നമസ്കാരം. അമ്മേ, ഇന്നതയില ഇനിയും ഒരുപാട് വേണ്ടിവരും. ശരീരത്തിന്റെ ഒരു ഭാഗവും അനക്കാൻ പറ്റുന്നില്ല. ഓഹ്, ഇവിടെ വന്ന് കേറിയപ്പോ മുതൽ തുടങ്ങിയ ഇടിയ. ഓഹ്, പൊറോട്ട മാവ് കുഴയ്ക്കുന്ന പോലെയാ അവന്മാരെന്നെ ഇടിച്ചു കൂട്ടിയത്. ആന്റി, എന്താ മോളെ? ഞാൻ പോയി വിളിച്ചിട്ട് വരാം. അച്ഛാ, 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 അച്ഛാ. രമേശ, നിനക്കെന്താ പറ്റിയേ? ഓ, ഇനി പറ്റാനൊന്നുമില്ല അപ്പച്ചി, എല്ലാം കലങ്ങിപ്പോയി. നീ എന്തൊക്കെയാ പറയുന്നേ? നീ സ്റ്റേജിലേക്ക് വന്നേ. ഞാനില്ല അപ്പച്ചി, ഞാൻ ഇവിടെ നിന്നോളാം. വാടാ ഇങ്ങോട്ട്. വാ. പതുക്കെ. അപ്പച്ചി, അപ്പച്ചി നടന്നോ, ഞാൻ വന്നോളാം. ഓ, നടന്നോ. എനിക്കിപ്പോ ചേട്ടനായല്ല, അച്ഛന്റെ സ്ഥാനത്ത് വേണം നിൽക്കാൻ. കല്യാണം കഴിയുന്നത് വരെ രമേശ് ചേട്ടൻ എന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് കൈ പിടിച്ചു കൊടുക്കണം. മാഡം പറഞ്ഞാ മതി, അച്ഛനല്ല ആരുടെ വേഷം കെട്ടാനും ഞാൻ റെഡിയാ. അയ്യോ, മാഡം പിന്നൊരു കാര്യം. അപ്പച്ചി മറിക്ക്. എല്ലാം റോങ് ആയിട്ടാ പോകുന്നത്. ആ ബൗൺസേഴ്സ് വരെ അവന്റെ ആൾക്കാരാ. പർദ്ദ ഇട്ടവനെ പറ്റി അവരോട് പറഞ്ഞപ്പോ പർദ്ദയെ അടിക്കാതെ അവരെന്നെയാ ചവിട്ടിക്കൂട്ടിയത്. ആണോ? അയ്യോ, കഷ്ടായിപ്പോയി. മാഡം പേടിക്കണ്ട, ഞാനുള്ളപ്പോ മാഡത്തിനൊന്നും സംഭവിക്കില്ല. തിരുമേനി, നോമിനി എന്താ ചെയ്യണ്ടേ? പറയാം. വാടകയച്ഛൻ മുങ്ങിയോ ചേച്ചി? അങ്ങേരെ എനിക്ക് ചെറുപ്പം മുതലേ അറിയാവുന്നതാ. ചതിക്കും. ശ്രേയക്ക് അതൊന്നും അറിയില്ലല്ലോ.
ഈശ്വര